ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ +1 ഓവറോൾ എക്സാം റിവ്യൂ ആയിട്ടാണ് ഉള്ളത്. ഞാൻ എന്നും അതാത് എക്സാം കഴിയുമ്പം ആക്ച്വലി വീഡിയോ ഇടണമെന്ന് വിചാരിക്കും, ബട്ട് എനിക്ക് പറ്റാറില്ല. സോ ഇന്ന് ഫൈനൽ എക്സാം ആയിരുന്നു ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ എക്സാം കഴിഞ്ഞു, ഇംഗ്ലീഷിൻ്റെ എക്സാം പേപ്പറാണ്. ഞാൻ വന്നിരുന്ന് ഞാൻ വിചാരിച്ചു ഓവറോൾ ഒരു റിവ്യൂ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ഈ കൊല്ലത്തെ +1 എക്സാം എല്ലാം തീർന്നിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് എക്സാം തൊട്ട് ഞാൻ പറയാം. അതിനുമുമ്പ് ഇംഗ്ലീഷിനെ ഞാൻ പറയാം. ഇന്നത്തെ എക്സാം ഇംഗ്ലീഷായിരുന്നു. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ടൈം മാനേജ്മെൻറ്റ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. ഞാൻ കണ്ടൊരിതെന്ന് വെച്ചാൽ 4 മാർക്കിൻ്റെ എല്ലായിടത്തും തന്നെ നമുക്ക് 4 പോയിൻ്റ് എഴുതാം. ഡൂസ് ഡോൺസ് അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് 4 അങ്ങനെ എഴുതുക. അപ്പോൾ 4 പോയിൻറ്റ്സ് എഴുതിയാൽ മതി. ഡൂസും ഡോൺസാണ് ഓരോന്നിനും 2 പോയിൻറ്റ് വരെ 4 എഴുതുക. പിന്നെ 13ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഓപ്ഷൻസ് വന്നിട്ട് അതും പോയിൻറ്റ്സ് എഴുതുക. ബ്രാക്കറ്റിൽ നിന്ന് ആൻസർ എടുത്ത് എഴുതുക. പിന്നെ ഒരെണ്ണം ഏതെങ്കിലും എഴുതുമ്പോൾ തന്നെ നമുക്ക് പിന്നെ 2-3 എണ്ണമൊക്കെ കുറച്ച് പോയിൻറ്റ്സ്, എന്നാലും നമുക്ക് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ഉണ്ട്, അതും പോയിൻറ്റ്സ് മതി. നോക്കുമ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ അല്ലെങ്കിൽ പൊതുവേ എഴുതി ടൈം വേസ്റ്റ് ചെയ്യാറുണ്ട്. ഇതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. പിന്നെ ഗ്രാമർ കുറച്ചുണ്ടായിരുന്നുള്ളൂ, 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ചോദിച്ചിട്ടുള്ളത് പോയറ്റിക് ഡിവൈസിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. വൺ വേർഡൊക്കെ കുഴപ്പമില്ല ഗൈസ്, അത്യാവശ്യം നമുക്ക് എല്ലാം വായിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാവുന്ന വൺ വേർഡായിരുന്നു. അപ്പം ഇംഗ്ലീഷ് ഓവറോൾ നോക്കുകയാണെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് ബെസ്റ്റ് ആയിട്ടുള്ളൊരു പേപ്പറായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല മാർക്ക് എങ്ങനെയായിരിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഓക്കെയാണ്. ഇനി മാർക്ക് ഇടുന്ന പോലെ ഇരിക്കും ഗൈസ്. നമ്മൾ എഴുതിയതൊക്കെ കറക്റ്റാണ് നമുക്ക് പറയാൻ പറ്റില്ല. വൺ വേർഡ് ഞാൻ നോക്കിയില്ല, ആൻസർക്ക് ഇനി നോക്കണം. തെറ്റിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ നമുക്കിനി ആദ്യത്തെ എക്സാം തൊട്ട് പറയുകയാണെങ്കിൽ ഹിന്ദി ആയിരുന്നു ഫസ്റ്റ് എക്സാം. ഹിന്ദി നല്ല എളുപ്പമുള്ള എക്സാം ആയിരുന്നു. മലയാളംകാർ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല എളുപ്പമായിരുന്നു. ഹിന്ദി എന്താ പറയുക, എപ്പോഴത്തെ പോലെ തന്നെ അത്യാവശ്യം നല്ല ഈസി എക്സാം ആയിരുന്നു. പിന്നെ ഈ വർഷം എഴുതിയ എക്സാമിൽ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്, ടഫല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് കെമിസ്ട്രിയാണ്, എല്ലാം കമ്പയർ ചെയ്യുമ്പം. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് എന്നാലും നമ്മൾ ഈ വർഷം എഴുതിയ എക്സാമിൽ എനിക്ക് കുറച്ച് ഇത് തോന്നി. എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കൊക്കെ പറയുന്ന രീതി വെച്ച് നോക്കുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ളൊരു ഒപ്പീനിയൻ വെച്ച് ാണ് ഞാൻ പറയുന്നത് കേട്ടോ. കെമിസ്ട്രിയാണ് എനിക്ക് കുറച്ച് ഇതായിട്ട് തോന്നിയത്. പിന്നെ വന്നിട്ട് ബയോളജിയിൽ ഞങ്ങളുടെ സ്കൂളിൽ എല്ലാവരും പറഞ്ഞിട്ട് സുവോളജിയാണ്. എനിക്കും കുറച്ചെടുത്ത് തോന്നിയത് സുവോളജിയാണ്. ബോട്ടണി ഒക്കെ ആയിരുന്നു. രണ്ടുകൂടെ വരുമ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല എക്സാം ആയിരുന്നു. ഫിസിക്സ് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഈസി എക്സാം ആയിരുന്നു. കുറച്ച് പേർക്കൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, കുറച്ച് പേർക്കൊക്കെ നല്ല എളുപ്പമായിരുന്നു. ഈസി എക്സാം ആയിരുന്നു. പക്ഷെ ഞാൻ എഴുതി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്, എനിക്കറിയാവുന്ന ഉത്തരത്തിന് പകരം ഞാൻ വേറെ ഉത്തരം എഴുതി വെച്ചിട്ട് ഉത്തരം മാറിപ്പോയിട്ട് അത്യാവശ്യം നല്ല മാർക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഫിസിക്സിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് സാഡാണ്. അതുപോലെ തന്നെ എന്താകും ഒരു ഐഡിയ ഇല്ല ഗൈസ്, അതിനെ പിന്നെ ഞാൻ അധികം പറയുന്നില്ല. പിന്നെ വന്നിട്ടുള്ളത്, പിന്നെ നമുക്ക് ഏതായിരുന്നു എക്സാം, മാത്സ് എനിക്ക് അത്യാവശ്യം നല്ല ഈസി എക്സാമായിട്ട് കേട്ടോ തോന്നിയത്. കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഈസി ആയിട്ടുള്ള എക്സാം ആയിരുന്നു. ഇമ്പ്രൂവ്മെൻറ്റുകാരൊക്കെ യൂസ്ഫുൾ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. കെമിസ്ട്രി എഴുതിയ ഇമ്പ്രൂവ്മെൻറ്റുകാരൊക്കെ അത്ര നല്ല അഭിപ്രായം പറയുന്നത് ഞാൻ കണ്ടില്ല. പക്ഷേ മാത്സ് അവർക്ക് യൂസ്ഫുൾ ആയെന്ന് പറഞ്ഞു. എനിക്കും അത്യാവശ്യം നല്ല ഈസി എക്സാമായിട്ട് തോന്നി. പിന്നെ ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ എക്സാംസ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക. അപ്പം എക്സാംസൊക്കെ കഴിഞ്ഞു, ഈ വെക്കേഷനാണ്. ഇനി കുറച്ച് നാൾ സമാധാനമായിട്ടിരിക്കണം ഗൈസ്, കുറച്ച് റെസ്റ്റ് എടുക്കണം ഗൈസ് ആക്ച്വലി. അപ്പം നിങ്ങൾക്ക് വെക്കേഷൻ പ്ലാൻസ് എന്താണ്, നിങ്ങൾക്ക് എല്ലാ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് ഗൈസ്, നമ്മളിനി പുതിയ വ്ളോഗായിട്ടൊക്കെ വരും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. വെക്കേഷനാണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. സോ എന്താ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.